PSC ഒരുപാട് തവണ ആവർത്തിച്ച ഒരു ചോദ്യമാണ് ബ്യൂറോക്രസിയായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ. അതുപോലെ ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ഡിവിഷൻസ്, ആ മേഖലയുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഒരു ക്വസ്റ്റ്യനിലൂടെ തന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് കടക്കാം. തിരഞ്ഞെടുക്കപ്പെടാത്ത ഉദ്യോഗസ്ഥരുടെ സർക്കാർ ഭരണത്തെ വിശദീകരിക്കാൻ ബ്യൂറോക്രസി എന്ന പദം ഉപയോഗിച്ചത് ആരാണ്? ചോദ്യം ഒന്നുകൂടി. തിരഞ്ഞെടുക്കപ്പെടാത്ത ഉദ്യോഗസ്ഥരുടെ സർക്കാർ ഭരണത്തെ വിശദീകരിക്കാൻ ബ്യൂറോക്രസി എന്ന പദം ഉപയോഗിച്ചത് ആരാണ്? വിൻസെന്റ് ഡി ഗൂർണയാണ് ഈ പദം ഉപയോഗിച്ചത്. ഇനി എന്താണ് ഉദ്യോഗസ്ഥ വൃന്ദം അല്ലെങ്കിൽ ബ്യൂറോക്രസി എന്നാൽ എന്താണ്? രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ് ഉദ്യോഗസ്ഥ വൃന്ദം അല്ലെ ബ്യൂറോക്രസി എന്നറിയപ്പെടുന്നത്. രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ്. ഇവരെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതല്ല അല്ലേ, ഇവർ എക്സാം എഴുതി സർവീസിലേക്ക് വരുന്ന ആളുകളാണ്. രാജ്യത്തിൻ്റെ ഭൗതിക വിഭവങ്ങളും മനുഷ്യ വിഭവശേഷിയും പരമാവധി പ്രയോജനപ്പെടുത്തുമ്പോഴാണ് രാഷ്ട്രം പുരോഗമിക്കുന്നത്. അപ്പോൾ ഇവയെ ശാസ്ത്രീയമായി വിനിയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളൊക്കെ തയ്യാറാക്കുന്ന അല്ലെങ്കിൽ അഥവാ നടപ്പിലാക്കുകയും ചെയ്യുന്നത് ആരാണ്? ഉദ്യോഗസ്ഥ വൃന്ദമാണ്. രാജ്യത്തിൻ്റെ ഭൗതിക വിഭവങ്ങളും മനുഷ്യ വിഭവശേഷിയും എല്ലാം പരമാവധി പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നതും നടപ്പിലാക്കുന്നതും ഉദ്യോഗസ്ഥ വൃന്ദമാണ്. ഗവൺമെൻറ്റിനെ നിർവഹണത്തിൽ സഹായിക്കുന്നതും അതുപോലെ നടപ്പിലാക്കുന്നതിനുമായി ഒരു ഉദ്യോഗസ്ഥ സമൂഹത്തിന് രൂപം നൽകിയിട്ടുണ്ട് അല്ലേ. ഗവൺമെൻറ്റിനെ ഭരണനിർവഹണത്തിൽ സഹായിക്കാൻ വേണ്ടിയിട്ടും പദ്ധതികളൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുമാണ് ഉദ്യോഗസ്ഥ സമൂഹത്തിന് രൂപം നൽകിയിരിക്കുന്നത്. നോക്കൂ, പ്രാദേശിക തലം മുതൽ കേന്ദ്ര തലം വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു പൊതുഭരണ സംവിധാനത്തിനും രൂപം നൽകിയിട്ടുണ്ട് അല്ലേ. പൊതുഭരണ സംവിധാനമുണ്ട്, അതുപോലെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും ഉണ്ട്. അപ്പം ഈ ഭരണനിർവഹണത്തിൽ നമ്മളെ ഗവൺമെൻറ്റിനെ സഹായിക്കാൻ വേണ്ടിയിട്ടും ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളെല്ലാം നടപ്പിലാക്കുന്നതും ഉദ്യോഗസ്ഥരിലൂടെയാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ എല്ലാ സേവനങ്ങളും ജനങ്ങളിലേക്ക് എത്തുന്നത് ഉദ്യോഗസ്ഥരിലൂടെയാണ്. മത്സര പരീക്ഷകളിലൂടെയോ അല്ലെങ്കിൽ അഭിമുഖങ്ങളിലൂടെയോ ഒക്കെ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ യോഗ്യരായ ആളുകളെയാണ് എന്ത് ചെയ്യുന്നത്? സർക്കാർ ഓഫീസുകളിലേക്ക് നിയമിക്കുന്നത്. അങ്ങനെ നിയമിക്കുന്നത് ആരാണ്? പബ്ലിക് സർവീസ് കമ്മീഷനാണ് അല്ലേ. നമ്മളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കേരള PSC പോലെയുള്ള പബ്ലിക് സർവീസ് കമ്മീഷനുകളാണ് മത്സര പരീക്ഷകളും അതിനോടനുബന്ധിച്ചുള്ള അഭിമുഖങ്ങളും എല്ലാം അടിസ്ഥാനപ്പെടുത്തി യോഗ്യരായ ഉദ്യോഗസ്ഥരെ സർക്കാർ ഓഫീസുകളിൽ നിയമിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ഇന്ത്യയുടെ സിവിൽ സർവീസിൻ്റെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? അഖിലേന്ത്യാ സർവീസ് വരും, കേന്ദ്ര സർവീസ് വരും, സംസ്ഥാന സർവീസ് വരും. അഖിലേന്ത്യാ സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നതാണ് അല്ലേ. അതുപോലെ കേന്ദ്ര സർവീസിലോ അല്ലെങ്കിൽ സംസ്ഥാന സർവീസിലോ ഒക്കെ നിയമിക്കപ്പെടുകയും ചെയ്യുന്നു. ഒന്നുകൂടെ നോക്കാം. അഖിലേന്ത്യാ സർവീസ് എന്ന് പറയുമ്പോൾ ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നു, കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ എല്ലാം നിയമിക്കപ്പെടുകയും ചെയ്യുന്നത്. എക്സാമ്പിളാണ് IAS, IPS, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്, അഖിലേന്ത്യാ സർവീസിന് എക്സാമ്പിളാണ്. ഇനി കേന്ദ്ര സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നതാണ്. ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നു, കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിലാണ് നിയമിക്കപ്പെടുന്നത്. എക്സാമ്പിളാണ് ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ്. ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസൊക്കെ കേന്ദ്ര സർവീസിൽ ഉൾപ്പെടുന്നതാണ്. അതുപോലെ സംസ്ഥാന സർവീസ് എന്ന് പറയുമ്പോൾ എന്താണ്? സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നതാണ്. അതുപോലെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന വകുപ്പുകളിലാണ് നിയമിക്കപ്പെടുന്നത്, സെയിൽസ് ടാക്സ് ഓഫീസറെയൊക്കെ പോലെ. അപ്പോൾ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരെല്ലാം സിവിൽ സർവീസിൻ്റെ ഭാഗമായിട്ട് വരുന്നവരാണ്. ഓക്കെ, ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ അതിൽ അഖിലേന്ത്യാ സർവീസ് ഉൾപ്പെടുന്നു, കേന്ദ്ര സർവീസ് ഉൾപ്പെടുന്നു, സംസ്ഥാന സർവീസും ഉൾപ്പെടുന്നു. ഇനിയില്ലേ, ഈ കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് അല്ലേ, UPSC ആണ്, PYQ ആണ് ഈ ചോദ്യം. നോക്കൂ, കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് UPSC ആണ്. ഈ UPSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. UPSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അതുപോലെ സംസ്ഥാന തലത്തിൽ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? അത് സംസ്ഥാനത്തെ പബ്ലിക് സർവീസ് കമ്മീഷനാണ്, PSC ആണ്. ഈ PSC ചെയർമാനെ അംഗങ്ങളെ നിയമിക്കുന്നത് സംസ്ഥാന തലത്തിലാണല്ലോ. ആരാണ്? ഗവർണറാണ്. ഭരണകാര്യങ്ങളിൽ വൈദഗ്ധ്യവും അതുപോലെ പരിശീലനവും നേടിയിട്ടുള്ള
തരത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ സ്ഥിരം ഉദ്യോഗസ്ഥർ നയങ്ങൾ രൂപപ്പെടുത്തുന്നതിലും അവ നടപ്പിലാക്കുന്നതിലും ഒക്കെ മന്ത്രിമാരെ സഹായിക്കുന്നുണ്ട് അല്ലേ. ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം സഹായിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിനെ ഭരണ നിർവഹണത്തിൽ സഹായിക്കുന്നത് ഉദ്യോഗസ്ഥ വൃന്ദമാണ്. ഭരണകാര്യങ്ങളിൽ വൈദഗ്ധ്യവും അതുപോലെ പരിശീലനവും നേടിയിട്ടുള്ള ഉദ്യോഗസ്ഥരാണ്, ഗവൺമെൻറ്റിൻ്റെ സ്ഥിരം ഉദ്യോഗസ്ഥരാണ് അവരെന്ത് ചെയ്യുന്നത്, ഹെൽപ്പ് ചെയ്യുന്നത്, അവരാണ് ബ്യൂറോക്രാറ്റ്സ്. ഓക്കെ, ഇനി ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകളായിട്ട് നമുക്ക് എന്തൊക്കെ പറയാം? SCERT ഫാക്റ്റിൽ നമുക്കൊരു ടേബിൾ പോലെ തന്നിട്ടുണ്ടല്ലോ SCERT ടെക്സ്റ്റ് ബുക്കിൽ. എന്തൊക്കെയാണ്? ശ്രേണീപരമായ സംഘടനം, സ്ഥിരത, യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനം, രാഷ്ട്രീയ നിഷ്പക്ഷത, വൈദഗ്ധ്യം. ഇത്രയും കാര്യങ്ങളാണ് ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞ് SCERT ബോക്സിൽ തന്നിട്ടുള്ള ഫാക്ട്സ് ആണ്. ശ്രേണീപരമായ സംഘടനം, സ്ഥിരത, യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനം, രാഷ്ട്രീയ നിഷ്പക്ഷത, വൈദഗ്ധ്യം. അപ്പോൾ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതയിൽ പെടുന്നത് ഏത്, പെടാത്തത് ഏത് എന്നെല്ലാം ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ബ്യൂറോക്രസി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണെന്ന് നമ്മൾ പറഞ്ഞത്? വിൻസെൻ്റ് ഡി ഗൂർനെ. ഗൂർനെന്നും ഗവർണയെന്നും ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. വിൻസെൻ്റ് ഡി ഗവർണെ അല്ലെ വിൻസെൻ്റ് ഡി ഗൂർനെയാണ് ഈ ബ്യൂറോക്രസി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഓക്കെ, ഇനി ഈ ബ്യൂറോക്രസിയെക്കുറിച്ച് പഠനം നടത്തിയ മറ്റൊരു വ്യക്തിയാണ് മാക്സ് വെബർ. മാക്സ് വെബർ ഫസ്റ്റ് ഓപ്ഷനിൽ കിടക്കുന്ന മാക്സ് വെബർ ബ്യൂറോക്രസിയെക്കുറിച്ച് പഠനം നടത്തിയ മറ്റൊരു വ്യക്തിയാണ്. ഇനി ഈ UPSC PSC കുറിച്ചൊക്കെ പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? 315 മുതൽ 323 വരെ, ആർട്ടിക്കിൾ 315 മുതൽ 323 വരെയാണ് UPSCയെക്കുറിച്ചും സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനെക്കുറിച്ചും എല്ലാം പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദങ്ങൾ. ഓക്കെ, ഇനി ഈ അഖിലേന്ത്യാ സർവീസിലെ അംഗങ്ങളുടെ സേവന വ്യവസ്ഥകളൊക്കെ നിർണ്ണയിക്കുന്ന ആരാണ്? ഇന്ത്യൻ പാർലമെൻറ്റാണ്. ഒരിക്കൽ കൂടി നോട്ട് ചെയ്ത് വയ്ക്കുക, ബ്യൂറോക്രസി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വിൻസെൻ്റ് ഡി ഗൂർനെയാണ്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൻ്റെ രൂപത്തിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.